അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഇന്ന് മുസണ്ടൻ ട്രിപ്പ് പോവുകയാണ്. രാവിലെ നമ്മൾ ഗ്രാൻഡ് ഹോട്ടലാണ് പിന്നെ നമ്മൾ എടുക്കുന്ന സ്റ്റോപ്പ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ ഗ്രാൻഡ് ഹോട്ടലിന് മുമ്പിൽ നിന്ന് കയറാൻ വേണ്ടി പോകുന്നു. നമ്മൾ ഫസ്റ്റ് ടൈമാണ് പോകുന്നത് കേട്ടോ. രാവിലെ ഇവിടെ നിന്ന് പോയിട്ട് വൈകുന്നേരം ഏതാണ്ട് 6:30 ഒക്കെ ആകുമ്പോഴത്തേന് തിരിച്ചു വരുന്ന അങ്ങനെയാണ് നമ്മുടെ പ്ലാന്. അങ്ങനെ നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള നമ്മളുടെ ബസ് വന്നിട്ടുണ്ട്. നമ്മൾ കയറാൻ പോവാണ്. എല്ലാവരും നമ്മൾ കയറി കഴിഞ്ഞു. പിള്ളേരൊക്കെ ആദ്യമേ ഒരുമിച്ച് സീറ്റൊക്കെ പിടിച്ചിരിക്കുകയാണ് കേട്ടോ. എന്തൊക്കെ കളികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് പോകാനുള്ള റോഡൊക്കെ നല്ല അടിപൊളിയാണ്. രണ്ട് സൈഡിലും മലയും ഇതൊക്കെ ആയിട്ട് നടുക്കോട് റോഡും. നമ്മൾ റാസൽ കൈമേലൊക്കെ പോകുന്ന ഏകദേശം ആ സെയിം റൂട്ട് പോലെ അത് നമുക്ക് കണ്ടാൽ മനസ്സിലാകാം. ജബൽജീസൊക്കെ പോകുന്ന പോലെ ഉണ്ടാവും. ഏകദേശം അവിടെ എത്താറായി, മുസന്തം എത്താറായി. ഇപ്പം അതിൻ്റെ കാലാവസ്ഥ ഇതെല്ലാം മാറി, ചെറിയ തണുപ്പും ഇതെല്ലാം തുടങ്ങിയിട്ടുണ്ട്. അവിടെ കാലാവസ്ഥ മൊത്തത്തിലും ഇവിടുത്തെ ദുബായിനൊക്കെ മാറ്റമാണ്. കെട്ടിടങ്ങളൊക്കെ അതുപോലെ തന്നെ കേട്ടോ. ഹൈറ്റ് എല്ലാം കുറഞ്ഞിട്ട് സാധാരണ ബിൽഡിങ്ങുകൾ. മുസന്തം ഒമാന്റെ പാർട്ടാണ്. അപ്പം നമ്മൾ ബോർഡറിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ പാസ്പോർട്ടും എമിറേറ്റ്സ് ഐഡിയും നമുക്ക് അങ്ങോട്ട് പോകാനുള്ള ഒരു എൻട്രി പെർമിറ്റ് ഉണ്ട്. അത് മൂന്നും കയ്യിൽ പിടിച്ച് റെഡി ആയിട്ടിരിക്കണം. അപ്പോൾ അവിടുത്തെ ഇമിഗ്രേഷൻ ഓഫീസേഴ്സ് വന്നിട്ട് ബസ്സിൻ്റെ ഉള്ളിലേക്ക് വരും. എന്നിട്ട് നമ്മുടെ ഓരോ ആളുടെയും പാസ്പോർട്ടും എമിറേറ്റ്സ് ഐഡിയും പേപ്പറും ചെക്ക് ചെയ്യും. ജിദ്ദ ഹാർബറിലെത്തി. നമ്മളിന്ന് കയറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുവാണ്. 2-2.5 മണിക്കൂർ എടുത്തു. അവരുടെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇടയ്ക്ക് ബസ്സിൽ കയറി പോലീസ് ചെക്ക് ചെയ്യും പാസ്പോർട്ടും എമിറേറ്റ്സ് ഐഡിയും ഒക്കെ. നമ്മളെല്ലാവരും ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി നമ്മളെ ബോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. നമ്മളെ ബോട്ടിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണേ. നമുക്ക് നോക്കാം നമ്മളെ ബോട്ട് ഏതാണെന്ന്. ഇതാണല്ലേ നമ്മുടേത്. ഓ, അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനായിരിക്കും ഇതിലല്ലേ. അപ്പൊ നമ്മൾ ഈ ബോട്ടിൽ കയറിയിട്ടാണ് നമ്മുടെ വലിയ ബോട്ടിലേക്ക് കയറാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ബോട്ടിലേക്ക് കയറിയിരിക്കുകയാണ്. കൊള്ളാം അല്ലേ? ഇനി ഇതിനകത്തിരിക്കാൻ ഇച്ചിരി കുഴപ്പമില്ല. മറ്റേലിരിക്കാൻ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. മേളിലൊക്കെ കയറി പോകാൻ പറ്റൂ കേട്ടോ. ദശക്കുട്ടിയൊക്കെ ഓരോ സ്ഥലം പിടിച്ചിരുന്നു. എല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇത് മറ്റേ ഉള്ളിലൊക്കെ കാണാൻ കുഞ്ഞു കുറെ എണ്ണമുള്ള പാക്കറ്റ്. ഇത് ബിസ്ക്കറ്റ്, ചായ, കോഫി ഉണ്ടാക്കാൻ പറ്റും ഇവിടുന്ന്. പിന്നെ ഇത് ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ജ്യൂസ് ഉണ്ട്. പിന്നെ സാധാ വെള്ളം ഇത് ഇതിനകത്തുണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് ആവശ്യത്തിന് എടുത്ത് കഴിക്കാം കേട്ടോ. ഫുഡ് കഴിക്കുമ്പോ മക്കൾക്ക് കഴിക്കാൻ വിശക്കത്തില്ല. ഇങ്ങനെ വെള്ളം കുടിച്ചോണ്ടിരുന്ന കുറച്ച് കുടിച്ചാൽ മതി ജ്യൂസ്. വെറും കട്ടനാണ് കേട്ടോ. വെറും കട്ടനാണ്. അല്ലല്ല, നമ്മൾ തിരിച്ചു വരുമ്പോ ഒരു ബോട്ട് പുറത്ത് പോകുന്ന കേട്ടോ. ആ ബോട്ടില് ഇതാണ് ബനാന ബോട്ട്. ഈ സംഭവം ഇത് അതിൽ ചെയ്തിട്ട് ഇത് ആ ബോട്ടിൽ വലിച്ചുകൊണ്ട് വരിക ചെയ്യും. അപ്പൊ അതിൽ 5 പേർക്ക് ഇരിക്കും. അതുപോലെ ഇരിക്കാൻ പറ്റുന്നു. പക്ഷെ ഞാനത് കയറുന്നില്ല കേട്ടോ. എനിക്ക് ഇങ്ങനെ വെള്ളത്തെ തൊട്ട് പോകാൻ പേടിയാണ്. അവരിരിക്കുന്നില്ലേ അതേപോലെ ഇരിക്കാം. ബോട്ടിനകത്തുള്ള ബനാന റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ക്യാപ്റ്റൻ മിസ്റ്റർ ഷൈജു ആണ്. ക്യാപ്റ്റൻ ഷൈജു ആണ് ഇപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. കരയ്ക്ക് എത്തുമല്ലോ എന്ന് ദൈവത്തിനറിയാം. കുറച്ചുകൂടെ ഇപ്പം സ്ട്രെയിറ്റ് ആയിട്ട് പോകേണ്ട സ്ഥലങ്ങളാണ് കേട്ടോ. അതുകൊണ്ടാണ് അവർ നമുക്ക് മാറി മാറി ഓടിക്കാൻ വേണ്ടി തരുന്നുണ്ട്. കുറച്ചുകൂടി അടുത്തേക്ക് ചെല്ലുമ്പോൾ അവർ തന്നെ നിയന്ത്രണം ഏറ്റെടുക്കുന്നുള്ള പ്രതീക്ഷയിൽ ഇപ്പം ക്യാപ്റ്റൻ ഷൈജുവിനെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാം. അസിസ്റ്റന്റ് ക്യാപ്റ്റനായി യുവാക്കുട്ടിയാണ് വേണ്ടുന്ന നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നത്, എങ്ങോട്ടാണ് ഓടിക്കേണ്ടതെന്നൊക്കെ. അതിൻ്റെ ഇടയിൽ ദൂരെയുള്ള മലനിരകളൊക്കെ നോക്കുന്നുണ്ട്.
അടിപൊളി മലനിര, നല്ല വ്യൂ ആണ് കേട്ടോ. ഒത്തിരി ലോങ് ഡിസ്റ്റൻസിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമ്മളെല്ലാവരും അതിനകത്ത് വർത്താനവും കളികളും ചിരിയും പാട്ടും ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ടാണ് ഇത്ര ദൂരം വന്നത്. എല്ലാവരുമായിട്ട് നല്ല മിങ്കിളായി. എല്ലാവരും ഫാമിലീസ് ആയിരുന്നു. കുറേ പേര് അക്കൗണ്ടന്റുമാരും ഓഡിറ്റർമാരും അവരുടെ ഫാമിലി അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരുന്നു. നമ്മുടെ കൂട്ടത്തിൽ 3-4 വിദേശ വനിതകളും കൂടെ ഉണ്ടായിരുന്നു. എല്ലാവരും ഡാൻസും പാട്ടുമായിട്ട് അടിപൊളി ആഘോഷമായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇന്നൊരു അവധി ദിവസം ആയതുകൊണ്ട് നമ്മളെപ്പോലെ തന്നെ ഒരുപാട് പേര് ഇവിടെ മുസന്തം സന്ദർശിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ കണക്ക് പ്രകാരം 1000-ലധികം ആൾക്കാർ ഇന്ന് അവിടെ സന്ദർശിച്ചിട്ടുണ്ട്. നമ്മുടെ ബോട്ട് യാത്ര ഏകദേശം ഒരു മധ്യഭാഗത്തൊക്കെ എത്തിയ സമയത്ത് അവരെന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ പിന്നെ ബോട്ട് കടലിൽ നടുക്ക് അങ്ങനെ നിർത്തിയിടും. എന്നിട്ട് നമുക്ക് 2 ഓപ്ഷൻ തന്നു. ഒന്ന് മീനെ പിടിക്കാനുള്ളതാണ്. അതിനുള്ള ചൂണ്ടയും മീനും കൊരുക്കാനുള്ള ഇരയില്ലേ, അതൊക്കെ അവർ തന്നെ തരും. നമുക്ക് ആ ബോട്ടിൽ ഇരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റും. പിള്ളേർക്ക് വരെ ചെയ്യാൻ പറ്റും. നല്ല രസമാണ്. കുട്ടികൾക്കൊക്കെ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഭയങ്കര ഒരു കൗതുകമായിരിക്കും ഇതൊക്കെ ചെയ്യാനായിട്ട്. പിന്നെ 2ാമത്തെ ഓപ്ഷനാണ് നമുക്ക് കയാക്കിങ് ചെയ്യാൻ പറ്റും. ആ ചെറിയ ബോട്ട് നമ്മുടെ ഇതിനകത്ത് തന്നെ ഉണ്ടാവും. അവിടെ ചെന്ന് കഴിയുമ്പോൾ കയാക്കിങ് ചെയ്തിട്ട് ഒരാൾക്ക് തന്നെ അങ്ങനെ പോകാൻ പറ്റും. നല്ല രസമുണ്ട് കാണാനായിട്ട്. ധൈര്യമുള്ളവർക്കൊക്കെ പോകാം കേട്ടോ, സ്വന്തമായിട്ട് തുഴയാൻ പറ്റുന്നവർക്ക്. ബോട്ടിനകത്തൊക്കെ നല്ല പാട്ടും പിന്നെ ഡാൻസും ഫോട്ടോ എടുപ്പും ഒക്കെ ആയിട്ടാണ് നമ്മൾ നിന്നത്. അപ്പം നമ്മളുടെ ഫോട്ടോ ജ്യോതിപ്രിയയും ജോയിച്ചേട്ടനും കൂടി എടുത്തു തന്നു. നമ്മൾ തിരിച്ച് അവരുടെ ഫോട്ടോയും എടുത്തു. ഈ ഫ്ലാഗ് പറക്കുന്ന കണ്ടോ, ഭയങ്കര കാറ്റാണ് ഇവിടെ. കൂടി തലയിലുള്ളവർ കുറച്ച് മുടിയുള്ളൂ, അതിപ്പം പറന്നു പോകുന്നത് തോന്നുന്നേ. കണ്ണ് തുറക്കാൻ പറ്റുന്നില്ലാത്ത പോലെ വെയിലാണ് കേട്ടോ. നല്ല ഉച്ചയായിട്ടുണ്ട് ഇപ്പം. പിള്ളേരൊക്കെ നോക്കി ഈ ബോട്ടിന് ബീച്ചിൻ്റെ സൈഡിലില്ലേ ഇങ്ങനത്തെ ഈ സീറ്റില്ലേ ചെരിഞ്ഞ് കിടക്കാൻ പറ്റുന്ന അതേപോലത്തെ സീറ്റുണ്ട് ബോട്ടിൻ്റെ മേലത്തെ തട്ടിൽ. അപ്പോൾ അവിടെ ദാണ്ട് വന്ന് കിടക്കുന്നു, ജ്യൂസ് കുടിക്കുന്നു. ഇതൊക്കെയാണ് ഇവരുടെ പരിപാടി. ഇസക്കുട്ടിക്ക് കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല വെയിൽ കാരണം. നല്ല കാഴ്ചയാണ് ഇവിടെ നിന്ന് നോക്കിയാൽ. അപ്പം നമ്മളെല്ലാവരും താഴത്തെ തട്ടിൽ നിന്ന് മേളിൽ വന്ന് നിന്ന് കാണുവാണേ. ദൂരക്കാഴ്ചയൊക്കെ കിട്ടുമല്ലോ മേളിൽ നിൽക്കുമ്പോഴേ കുറച്ചും കൂടെ. അതെ, നല്ല ഉച്ച സമയമായിട്ടുണ്ട്. ഏകദേശം വിശക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഫുഡൊക്കെ ഉണ്ട് നമുക്ക് അതിനകത്ത്. ഇതാണ്ട് എല്ലാവരും റിലാക്സ് ചെയ്തിരിക്കുക കേട്ടോ. ഇവർ പാട്ടൊക്കെ വെച്ച് ഡാൻസ് കളിക്കുകയൊക്കെ ചെയ്യും. അത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി ഇരിക്കുന്നു. ഇത് നമ്മൾ ബനാന ബോട്ടിനെ വലിച്ചുകൊണ്ട് പോകാനുള്ള കുഞ്ഞു ബോട്ടാണ് കാണുന്നത്. ആകാശത്ത് പരുന്തുകളൊക്കെ വട്ടമിട്ട് പറക്കുന്നുണ്ട്. ഇവക്കുട്ടി താണ്ടേ വെള്ളത്തിൽ നോക്കി നിൽക്കുന്നു. ടൈറ്റാനിക്കിൽ റോസ് നിൽക്കുന്ന പോലെ താഴോട്ടൊക്കെ നോക്കി നിൽക്കുന്നുണ്ട്. എന്താണെന്ന് ചോദിക്കുവാണ്. കാരണം ഭയങ്കര കാറ്റ് കൊണ്ട് അങ്ങനെ പറയുന്നത് മനസ്സിലാവില്ല. ഇതേ നമ്മൾ താഴേക്ക് ഫുഡ് കഴിക്കാൻ പോവുക കേട്ടോ. ഈ ചേട്ടൻ ഈ ടീഷർട്ട് ഇട്ട് നിൽക്കുന്ന ഈ ചേട്ടനാണ് നമുക്ക് വേണ്ടി ഫുഡൊക്കെ ഉണ്ടാക്കിയത്. നല്ല അടിപൊളി ഫുഡായിരുന്നു എന്താ കേട്ടോ. പിന്നെ ചിക്കൻ ഫ്രൈ, ഫിഷ് ഫ്രൈ, റൈസ്, ചിക്കൻ കറി, ദാൽ കറി, സലാഡ്, റൈസ്, പാസ്ത, വെജിറ്റബിൾ. കറക്റ്റ് അല്ലേ ഞാൻ പറഞ്ഞത്? Am I right? Chicken leg. Hey chicken, your chicken leg is so tasty. നമ്മളെല്ലാരും ബനാന ബോട്ടിൽ കയറാൻ റെഡി ആയിരിക്കും അല്ലേ? ബനാന ബോട്ടല്ലേ? ബനാന ബോട്ട്. ബനാന ബോട്ട് സർവീസ് കഴിഞ്ഞ് വീണ്ടും നമ്മുടെ ബോട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. ചലഞ്ചിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. സംഭവം പൊളിയായിരുന്നു. എല്ലാവർക്കും കയറാൻ ചെറിയ പേടിയുണ്ടായിരുന്നു. കയറി കഴിഞ്ഞപ്പോൾ ആർക്കും ഇറങ്ങാനും വയ്യാത്ത അവസ്ഥ.
മായാവിയിൽ സലീം കുമാർ പോകുന്ന പോലെ ഓഹോയ് ഓഹോയ് എന്ന് വെച്ചിട്ട് 2-3 പേര് നീന്തി പോകുന്നുണ്ട്. നമ്മളെല്ലാവരും തന്നെ ബനാന ബോട്ടിൽ കയറി, കുറച്ച് പേര് കടലിൽ നീന്തി. ഇനി എല്ലാവരെയും കൂടെ നമ്മുടെ വലിയ ബോട്ടിലേക്ക് കയറ്റി. ഇനി നമ്മൾ ഏകദേശം കരയിലെ അടുത്തോട്ട് എത്താനായിട്ടുണ്ട്. നമ്മുടെ ലാസ്റ്റ് കലാശക്കൊട്ട് ഡാൻസാണ് ഇനി നടക്കാൻ പോകുന്നത്. അതിനുള്ള ഒരുക്കത്തിലാണ് എല്ലാവരും. നമ്മളുടെ ഡാൻസ് ഒക്കെ കഴിഞ്ഞു, ഇനി ട്രിപ്പ് കഴിഞ്ഞു. നമ്മളിനി പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ വലിയ ബോട്ട് കരയിലേക്ക് അത്ര അടുത്തേക്ക് വരത്തില്ല. അത് കാരണം വേറെ ചെറിയ ബോട്ടിൽ നമ്മൾ ആദ്യം കയറിയില്ല, അതുപോലെ തന്നെ ചെറിയ ബോട്ടിൽ വേണം നമ്മൾ കരയിലേക്ക് പോകാനായിട്ട്. അങ്ങനെ എത്തിപ്പോയി. കുട്ടാ അങ്ങനെ നമ്മള് രണ്ടാമത്തെ ബോട്ടിൽ നിന്ന് ഇറങ്ങി. ഇനി നമ്മള് ഏകദേശം ഇവിടുത്തെ ഇത് കഴിഞ്ഞു അല്ലേ? ഇനി നമ്മൾ എങ്ങോട്ടാ പോന്നെ? ഇനി വീട്ടിലേക്കാ. അപ്പൊ നമ്മളിനി വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മുടെ ബസ് എത്തി. ബസ് നമ്പർ ഇതാ 23270J ആയിരുന്നു. നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, അതിന്റെ സൈക്ക ബലാലെ ലൈക്ക അങ്ങനെ എന്തോ ആയിരുന്നേ. അത് നമുക്ക് കേറാം. എല്ലാരും കേറി. Let's go party. Yeah. Come on, Bobby. Let's go party. Ooh, ooh, ooh. Make me run.